അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ടോ? അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു സമയത്ത് ബി നിങ്ങളിൽ ഒത്തിരി പേരും നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്, സെപ്പറേഷനിലാണ് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിലില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഓവർഫ്ലോയിങ് ആണ്. അതായത് ഓവർഫ്ലോയിങ് ലവ് എനർജി ഈസ് ദെയർ. അവരുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് സ്നേഹമാണ്. അൺകണ്ടീഷണൽ ലവ് ആണ്. ഓക്കെ. ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസം, നിങ്ങൾക്ക് ഒരുപാട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നേഹമാണ്. ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാണ്. ഓക്കെ. ആ പേഴ്സൺ ഇപ്പോൾ നോ കോൺടാക്റ്റിലാണ് എങ്കിൽ പോലും നിങ്ങളുടെ വെൽ വിഷർ ആണ് എന്നിവിടെ വ്യക്തമാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ആ വ്യക്തിയെ ഒരുപാട് തരത്തിൽ ഹേർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു ഒറ്റപ്പെടൽ, നിങ്ങളില്ലാതെ അവരുടെ ലൈഫിലുള്ള ആ ഒരു ഏകാന്തത അവർ ഒട്ടും തന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അവർ ഡേ ആൻഡ് നൈറ്റ് അവർ എക്സ്പെക്റ്റ് ചെയ്യാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട്. ഒരുപാട് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട്. അവർ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബി നിങ്ങളും ഈ ഒരു സമയത്ത് ഒരുപാട് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഒരുപാട് ഡിപ്രഷൻ ഉണ്ടായിരിക്കാം. ഈ ഒരു സെയിം ഫീലിംഗ് ആണ് ആ ഒരു വ്യക്തിക്കും ഈ ഒരു സമയത്തുള്ളത്. അവർക്ക് ഏതൊരു സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള സിറ്റുവേഷനാണ്. ബി നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് എന്തെങ്കിലും കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കാർമിക് സിറ്റുവേഷനിൽ ഒരു എൻഡ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു എൻഡ് ഉണ്ടാവുന്നുണ്ട്. ഒരു ടവർ മൊമെന്റ് കാണുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട്. ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വരുന്നത്. ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. റീച്ചിങ് ഔട്ട് ആണ് കിട്ടിയിട്ടുള്ളത് ക്ലാരിഫിക്കേഷൻ ആയിട്ട്. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഈ ഒരു വ്യക്തമാക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ ആ വ്യക്തി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പല തവണ ആ വ്യക്തി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാര്യങ്ങളിലെല്ലാം ആ വ്യക്തി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ എങ്കിലും ആ വ്യക്തി വീണ്ടും എഫേർട്ട് എടുക്കുകയാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത്രമാത്രം അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡീപ്പ് ഡീപ്പ് ഫീലിങ്സ് ആണുള്ളത്. ഒരു സ്ട്രോങ് ബോണ്ടാണ് നിങ്ങൾക്കിടയിലുള്ളത്. ഓക്കെ. നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആണ്. ആ ഒരു ട്വിൻ ഫ്ലെയിം അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. ബി നിങ്ങൾക്ക് പലർക്കും ആ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു ട്വിൻ ഫ്ലെയിമിനെ ആ വ്യക്തി ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ. നിങ്ങൾ ഒരുമിച്ചുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു കംപ്ലീഷൻ, ലൈഫിൽ കംപ്ലീഷൻ, ടോട്ടാലിറ്റി എല്ലാം ഫ്രീയിൽ ചെയ്യുള്ളൂ. അത്രമാത്രം ആഴമേറിയ ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നുണ്ട്. ഓക്കെ. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത സിറ്റുവേഷനിലെല്ലാം അവർ സ്റ്റക്ക് ആയിരിക്കുകയാണ്. അവരുടെ ലൈഫിൽ ഒരു തരത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും അവർക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ആണ്. വളരെ ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ആണ്. ഏതൊരു നെഗറ്റീവ് സിറ്റുവേഷനിലാണ് അവരുള്ളത് എങ്കിൽ പോലും ഒരു 100% ആയിട്ടുള്ള പ്രതീക്ഷ അവർക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ലൈഫാണ് അവർ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് പോലും, ഈ റീഡിങ്സ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ. എത്രമാത്രമുള്ള എനർജിയാണ് കിട്ടുന്നത്. യെസ്, ഡെഫിനിറ്റ്ലി ഈ ഒരു സമയത്തും അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഉണ്ടായ കോൺവെർസേഷൻ അവർ ചിന്തിക്കുന്ന സമയമാണ് ഈ ഒരു സമയം. ഓക്കെ. അവര് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് ആണ് ഈ ഒരു സമയത്തുള്ളത്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുന്നു. ഓക്കെ.
ഐ എം സോറി ഫോർ നോട്ട് വിഷിംഗ് യു ആ സ്പെഷ്യൽ ഡേ. ഓക്കെ, അവർ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേയിൽ നിങ്ങളെ വിഷ് ചെയ്യാത്തതിൽ നിങ്ങളോട് സോറി പറയാൻ ആഗ്രഹിക്കുന്നു. മേ ബി നിങ്ങളുടെ ബർത്ത്ഡേക്കോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ അവർ വിഷ് ചെയ്തിട്ടില്ലായിരിക്കും. അതിന് അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട് ഈ ഒരു സമയത്ത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു സെപ്പറേഷൻ വന്ന സമയം മുതൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ പേഴ്സണുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുണ്ടാവാം. നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ആം വാച്ചിങ് ഫ്രം ദി ഔട്ട്സൈഡ്. യെസ്, തീർച്ചയായിട്ടും ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മറ്റു വ്യക്തികൾ വഴിയായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ട്. ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ. യെസ്, ഇപ്പോഴും അവർ നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രൊഫൈൽ പിക്ചർ നോക്കുന്നുണ്ട്. നിങ്ങളുടെ പിക്ചേഴ്സ് മേ ബി അവരുടെ കൈകളിൽ ഉണ്ടാവാം. അത് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് എപ്പോഴും നിങ്ങളെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാവാം. ഓക്കെ, ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. മേ ബി അവരുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. അവരെപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഐ മിസ് യു. ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഐ നോ യു ആർ വെയിറ്റിംഗ് ഫോർ മീ. ഓക്കെ, അവർക്ക് തീർച്ചയായിട്ടും അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. അവരിപ്പോഴും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സ്പിരിച്വൽ കണക്ഷൻ, നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിച്വൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. നിങ്ങൾക്ക് അവർ വളരെ വലിയൊരു വാല്യൂ തരുന്നുണ്ട്. അവർക്ക് നിങ്ങൾ അവരുടെ ലൈഫിൽ അവരുടെ ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് നോക്കാം നമുക്ക്. 1 വീക്ക് ഒരു പോസിബിലിറ്റി ആണ്. ആൻഡ് നമ്പർ 18, February month is here. Letter C, letter R, green color, favorite color ആയിരിക്കാം. ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം.